നമുക്ക് വർക്കിന് വന്നിരിക്കുന്ന ഒരു ബലീനോയുടെ ഹെഡ്ലൈറ്റാണ്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ അകത്ത് വെള്ളം കയറിയിട്ടുള്ള കംപ്ലൈൻ്റാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് വെള്ളം കയറി പ്രൊജക്ടർ ലാമ്പ് കത്തുന്നില്ലായിരുന്നു. ഇത് വന്നിട്ട് അതിൻ്റെ മെയിൻ ബോർഡ് കംപ്ലൈൻ്റായി. പിന്നെ ഇൻസൈഡും ക്ലീൻ ചെയ്യണമായിരുന്നു. നമുക്കിത് ഒന്ന് പൊളിച്ച് നോക്കാം. ബലീനോയുടെ ലൈറ്റാണ്, നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. നമുക്ക് പൊളിക്കുമ്പോൾ അകത്തുള്ള കണ്ടീഷൻ ഇതാണ്. ഇനി ഇതിൻ്റെ ഈ ക്യാപ്പ് കൂടി നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. നമുക്ക് പ്രൊജക്ടറിൻ്റെ മേളിലെ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ DRL യൂണിറ്റ് വരുന്നത്. നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളത് നേരത്തെ പൊളിച്ച് റീസെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ ഭാഗത്തായിട്ട് DRLൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. DRLൻ്റെ ഈ ഭാഗത്തായിട്ട് ഫംഗസ് ഉണ്ടായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഫംഗസ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കോണ്ടാക്റ്റിൻ്റെ പ്രശ്നം മാറി. പിന്നെ ഇതിൻ്റെ ബോർഡിന് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ബോർഡ്, DRLൻ്റെ ബോർഡ്. DRLനും പ്രൊജക്ടറിനും സെപ്പറേറ്റ് ബോർഡാണ്. ഒരു മെയിൻ ബോർഡ് ഓസ്റാമിൻ്റെത് വരും. അപ്പോൾ മെയിൻ ബോർഡ് ഓസ്റാമിൽ വന്ന ബോർഡാണ് കംപ്ലൈൻ്റ് ആയത്. അതിൽ വന്ന കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് കണക്ഷൻ വന്നിട്ട് നമ്മുടെ ഈ ബോർഡിൽ കയറിയതിന് ശേഷമാണ് പ്രൊജക്ടറിലോട്ട് കറണ്ട് വരുന്നത്. ഇത് 1 kV ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആ ബോർഡിൻ്റെ ഫോട്ടോയും വീഡിയോയും കൂടി ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ബോർഡ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നോർമലായിട്ട് കറണ്ട് വന്നിട്ട് ഈ ബോർഡ് വഴി 1 kV ആയിട്ടാണ് ഈ പ്രൊജക്ടറിലോട്ട് കറണ്ട് സപ്ലൈ ആവുന്നത്. നമ്മൾ നോക്കി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരാൾ തട്ടിപ്പോവാനുള്ള ചാൻസ് ഈ ബോർഡിനുണ്ട്. നല്ല സേഫ്റ്റിയിലാണ് ഇത്, അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ ബോർഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോർഡ് എന്ന് പറയുമ്പോൾ പുതിയതിന് 10,000-10,000 രൂപ അടുപ്പിച്ച് ഉണ്ടെന്നാണ് പുറത്ത് തിരക്കിയപ്പോൾ അറിഞ്ഞത്. നമുക്ക് ഈ ബോർഡ് വന്നിട്ട് റിപ്പയർ ചെയ്തെടുക്കാനോ സെക്കൻഡ് ഹാൻഡ് ഒന്നോ നോക്കി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ബോർഡ് ഒന്ന് പൊളിച്ച് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം.